ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇതാ നമ്മളിന്ന് ഒരു കോഴി ഫാമിലേക്കാണ് എത്തിയിട്ടുള്ളത്. കുറേ അധികം കോഴികളുള്ള, അതും ബ്രോയിലർ കോഴികളെ വളർത്തുന്ന ഒരു ഫാമിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫാമിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുള്ള വീഡിയോ ആണ്. കണ്ടപ്പോൾ തന്നെ ഞാൻ ആകുന്ന തരുത്ത് നോക്കിപ്പോയി, ഇത് എന്താ ഇത് കഥ എന്ന്. എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ കോഴി ഫാം കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കോഴിനെ വളർത്തുന്നതല്ല ഞാൻ കണ്ടത്. താഴെ അറക്കപ്പൊടിയിലോ മണ്ണിലൊക്കെയാണ് കോഴികൾ വളരുന്നത് കണ്ടത്. ഇത് ഒരു പ്രത്യേകമായിട്ട് ഇരുമ്പിൻ്റെ ഗേജിൻ്റെ കൂട് നീളങ്ങനെ അടിച്ചിട്ട് അതിലാണ് ഇവർ വളരുന്നത്. അപ്പോൾ ഈ കോഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 800 ഗ്രാം ടു 1 kg വരെ വരുന്നത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് പീസിന് 1 റിയാലായിട്ടാണ് ഇവർ കൊടുക്കുന്നത്. 1 റിയാലാണ് ഒരു പീസിന് വില വരുന്നത്. പിന്നെ ഇത് മാത്രമല്ല, 3 ഷട്ടറായിട്ടാണ് ഇവർ വളർത്തുന്നത് കേട്ടോ. 3 പാർട്ടായിട്ട്. ഇപ്പോൾ 3 ബാച്ച് കോഴികളുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഫസ്റ്റ് സെയിൽ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ബാച്ചിനെ ഇവർക്ക് ഇതിലേക്ക് കയറ്റാന്ന് പറയുന്നത്. പിന്നെ ഈ വലിയ കോഴിക്കൊക്കെ ഇവർ രാത്രി ഫുൾ ടൈം ലൈറ്റ് ഇട്ട് കൊടുക്കും. അതേപോലെ തന്നെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൂട് പുറത്തേക്ക് പോകാനുള്ള എല്ലാ സെറ്റപ്പും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെയിലി ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ബലദീൻ്റെ പ്രശ്നം കാരണം ഡെയിലി ഇവർ ക്ലീൻ ചെയ്യും. എല്ലാ ദിവസവും ക്ലീനിങ് ആണെന്ന് പറഞ്ഞു. ഫുൾ ടൈം ക്ലീനിങ് തന്നെയാണ്. പിന്നെ അതാ വെള്ളത്തിൻ്റെ നിപ്പിൾസ്, അതേമാതിരി തീറ്റപാത്രം എല്ലാം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഒരുപാടുണ്ട് കേട്ടോ കോഴികൾ ഇവിടെ തന്നെ. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഏരിയയിൽ തന്നെ ഇഷ്ടംമാതിരി 3-4 കൂടായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൽ ഇഷ്ടം പോലെ. ഇത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കേട്ടോ. ഇത് ചെറിയ കുട്ടികളാണ്. ഇത് ആകെ 8 ദിവസം 10 ദിവസമായിട്ട് പ്രായമായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് ഇതിന് ആകെ. അപ്പോൾ ഇവർക്ക് ഫുൾ ടൈം ലൈറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ലൈറ്റ് ഇട്ട് കൊടുക്കും. ഇതിനാകെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഫുൾ ടൈം ലൈറ്റ് വേണം. പിന്നെ ആ ഒരു 10 ദിവസം എത്തിയപ്പോൾ തന്നെ നല്ല വളർച്ച ഉണ്ട് കേട്ടോ ഇവർക്കൊക്കെ. 8-10 ദിവസം ആകുമ്പോൾ തന്നെ നല്ല വളർച്ച ഉണ്ട്. ഇതിപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ, ഒരു മാസം വേണ്ടാന്ന് പറഞ്ഞത്. ഈ 1 കിലോ 800 ഗ്രാം വെയിറ്റ് എത്ത ഒരു മാസം വേണ്ടാന്ന്. ഇത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളത് വേറെ ഒന്ന്. ഇത് അടുത്ത ബാച്ചിലേക്ക് കയറാനുള്ളതാട്ടോ ഇത്. അങ്ങനെ ഈ ഫാമിൻ്റെ നോക്കി നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബംഗാളി ആട്ടോ. അപ്പോൾ ഓനെ നമ്മൾ സമ്മതിക്കുക വേണം. അത്യാവശ്യം നല്ല പണി തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിനകത്ത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തും ആയിട്ട് വേറെ 2 കൂടുംപാടി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇവർക്ക് വെള്ളം, തീറ്റ, പിന്നെ ഏറ്റവും വലുത് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലീനിങ് ആട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ടൈം തന്നെ പിടിക്കും ഇത് ക്ലീൻ ചെയ്ത് വരാനാണെങ്കിൽ. അപ്പോൾ ഇത് കഴിഞ്ഞ് വേറെ 2 കൂടെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് പഴയ അവസ്ഥയിലേക്ക് തന്നെയാവും. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചാണ്, ഇങ്ങനെ ക്ലീൻ ചെയ്യണതിന് പകരം താഴെ വല്ല അറക്കപ്പൊടിയോ മണ്ണൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇത്ര പാടില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ക്ലീൻ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒരു പറയുന്നത് ഇവിടെ ഇതാണ് ഓർഡർ ഉള്ളത്. അപ്പോൾ ബലദീൻ്റെ ഓർഡർ ഇതാണ്. അപ്പോൾ ഈ ലെവലിലെ ഫാം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സിസ്റ്റം കാര്യമൊന്നും എനിക്കറിയില്ല എന്താ ഇങ്ങനെയെന്നുള്ളത്. ഞാൻ കണ്ടിട്ടുമില്ല എവിടെ ഇങ്ങനത്തെ ഒന്ന്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തന്നെ അവനോട് ചോദിച്ചു വീഡിയോ ഒക്കെ എടുക്കട്ടെ പറഞ്ഞപ്പോൾ അവൻ തന്നെ ആദ്യം തന്നെ പറഞ്ഞു ആ എടുത്തോളി, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെ ചാനലിൽ ഇടുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കസ്റ്റമർ ആയില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ മലയാളി കസ്റ്റമറൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരൊക്കെ നേരെ ഈ ഫാമിലേക്ക് വരിക. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യമൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ, സ്ഥലം എവിടെയാണ്, ഇവൻ്റെ ഫോൺ നമ്പർ, എല്ലാ കാര്യവും ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ആവശ്യമനുസരിച്ച് ഇഷ്ടമുള്ളവർക്ക് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. ഒരു കട്ട് ചെയ്ത് മൊത്തം മാറ്റി വെക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി ഇവൻ പറയുന്നുണ്ട്. ഇനി ഇവൻ പറയുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോവാം. अस्सलामुअलैकुम भाई, इधर फ्रेश मुर्गी है, इधर पार्किंग का ट्रियल का है, वो ऑयल ज़्यादा है, कभी कभी ज़्यादा भी 800 ग्राम मिलता है फ्रेश है, फ्रेश 800 ग्राम मिलता है, ये एक्रियल का है। कभी कभी वो फ्रेश 900 ग्राम 1000 ग्राम मिलता है, वो भी एक्रियल चलता है। मेरा इधर एक्रियल का है, पूरा टाइम इसमें एक्रियल का चलता है। कभी कभी होता है उसमें अलग बात है। एक्रियल 200 मिलता है, 1200 ग्राम वो 1300 ग्राम मिलता है उसी टाइम, ठीक है। अभी इधर में ओमानी मुर्गी है, ओमानी मुर्गी का अंडा है, वो वाइट मुर्गी है, फ्रेश है, ये ऑटो है। इसमें पूरा सफाई का है, पूरा सफाई का है। अंदर में पूरा ऑटोमेटिक है, वो पुराना कोई कसरा नहीं है, पूरा ऑटो है। इधर का पूरा मुर्गी ऊपर रहता है, मट्टी का साथ कोई एडजस्ट नहीं है,
इधर का मुर्गी का मीट है ना बहुत टेस्ट है, बस ये बात है। आप खाने के बाद आपको मालूम हो जाएगा। मैं अभी बोलेगा तो फायदा नहीं है। आप जिस टाइम आएगा इस टाइम देखेगा खाएगा, उसमें टेस्ट अलग मिलेगा इंशाल्लाह। इसमें पूरा फ्रेश मिलता है, वो काटने का सफाई करके देता है, मुश्किल नहीं है। ओके भाई, ओके बाय। इधर भैया इधर का नाम है सहाम है, माजरा का नाम है केतेरी, माजरा केतेरी। और इसमें वो मेरा नंबर दवा है उधर 98652474। इसमें व्हाट्सअप है और इमो है, पूरा मैसेंजर है, पूरा है। और लोकेशन भी चाहिए तो इसमें पूरा मिल जाएगा, मुश्किल नहीं है। ये साहम का अंदर है, साहम का वो पुराना मार्ट है ना, इसका पीछे एक मजरा का बाद है। ये केतेरी का मजरा है, मजरा मल केतेरी भैया। ओके ओके भैया।